എയർ ഇന്ത്യ പൈലറ്റുമാരുടെ ലഹരി ഉപയോഗത്തിൽ പരിശോധന കർശനമാക്കി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. 400ഓളം പൈലറ്റുമാരിലാണ് പരിശോധന. ആകാശച്ചുഴിയിൽ അകപ്പെട്ട വിമാനത്തിന്റെ പൈലറ്റ് ലഹരി ഉപയോഗിച്ചെന്ന് തെളിഞ്ഞതിന് പിന്നാലെയാണ് നടപടി. റഷീദ് ബിൻ മുഹമ്മദുള്ള വിവരങ്ങളുമായി. റഷീദ്, ഒരു പരിശോധന ആവശ്യമായിരുന്നു, അതിന്റെ നടപടി തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. ശക്തമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് DGCA വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 300 മുതൽ 400ഓളം വരുന്ന പൈലറ്റുമാരിൽ പൂർണ്ണമായിട്ടും ഈ പരിശോധന നടത്തുമെന്നുള്ളതാണ് ഇപ്പോൾ DGCA അറിയിച്ചിരിക്കുന്നത്. ഇതിനോടകം തന്നെ നിരവധിയായിട്ടുള്ള പൈലറ്റുമാരുടെ പരിശോധന നടത്തുകയും അവരുടെ ഫലങ്ങളടക്കം പുറത്തുവരികയും ചെയ്തിരുന്നു. ഈ ഫുക്കറ്റ് ഡൽഹി വിമാനം പറത്തിയിരുന്ന 2 പൈലറ്റുമാരുടെ ഫലം നേരത്തെ തന്നെ പോസിറ്റീവ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മറ്റു പൈലറ്റുമാരെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ പരിശോധന നടത്തണമെന്ന നിർദ്ദേശം DGCA നൽകുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നിലവിൽ എല്ലാ പൈലറ്റുമാരെയും പരിശോധന നടത്തണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി DGCA മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പരിശോധന ശക്തമാക്കാൻ തന്നെയാണ് ഇപ്പോൾ DGCA തീരുമാനമെടുത്തിരിക്കുന്നത്. അതേസമയം കൂടുതൽ ആളുകളുടെ പരിശോധനാ ഫലം ഉടൻ വരുമെന്നുള്ള വിവരം കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ആളുകളുടെ ഫലം പോസിറ്റീവ് ആണെങ്കിൽ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യം കൂടി DGCA വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും അവരുടെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന നടപടികളിലേക്ക് അടക്കം കടക്കുമെന്നുള്ളതായിരുന്നു നേരത്തെ DGCA സൂചിപ്പിച്ചിരുന്നത്. അതേസമയം എയർ ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള ഒരു വ്യക്തതയും ഇതുവരെയും വരുത്തിയിട്ടില്ല. കാരണം 2 പൈലറ്റുമാരുടെയും ഫലം അത് പോസിറ്റീവായിട്ട് തന്നെയാണ് പുറത്തു വന്നിരുന്നത്. പക്ഷേ ഈ പരിശോധന ഫലം തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ള കാരണം കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ എയർ ഇന്ത്യ ഇതിലൊരു വിശദീകരണം നൽകാതെ മുന്നോട്ട് പോകുന്നത്. അതേസമയം ഈ പരിശോധനകളിൽ എല്ലാം തന്നെ സഹകരിച്ച് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം എയർ ഇന്ത്യ DGCA അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അനീഷ. ശരി.